ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി വീട് നിർമ്മിച്ചു നൽകുന്നതിന് കോൺഗ്രസ് പ്രഖ്യാപിച്ച 100 വീട് പദ്ധതി പൂർണ്ണമായും അവതാളത്തിലായി. രാഹുൽ ഗാന്ധിയും KPCCയും പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിക്കാനുള്ള ഒരു നടപടിയും ആരംഭിച്ചിട്ടില്ല. ആകെ പിരിച്ചു കിട്ടിയത് 3,14,00,000 രൂപ മാത്രമാണ്. ഈ തുക കൊണ്ട് സ്ഥലവും വാങ്ങി എത്ര വീടുകളാണ് നിർമ്മിച്ചു നൽകാൻ പറ്റുകയെന്ന് വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദിക്കുന്നു. സ്ഥലം വാങ്ങുന്നതിലും വിവാദമുയർന്നിട്ടുണ്ട്. തൃക്കൈപ്പറ്റ വില്ലേജിലെ പാർട്ട് 2-ൽ ഏഴഞ്ചിറയിൽ ഇടനിലക്കാർ മുഖാന്തരം ഭൂമി കണ്ടെത്തി കച്ചവടം ഉറപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്നാണ് വിവരം. എന്നാൽ ഈ സ്ഥലം തോട്ടഭൂമിയാണെന്നും അടിസ്ഥാന സൗകര്യങ്ങളോ മറ്റു ഭൗതിക സാഹചര്യങ്ങളോ ഇല്ലാത്ത ഉൾപ്രദേശമാണെന്നുമാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതേസമയം ഫണ്ട് പിരിക്കാൻ ഉപയോഗിച്ച ആപ്പ് പ്രവർത്തനരഹിതമായതിലും ദുരൂഹതയുണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട്. മൊത്തത്തിൽ പിരിച്ച തുക, ഇതുവരെ ചെലവഴിച്ച തുക, സംഭാവന തന്നവരുടെ വിശദാംശങ്ങൾ, ചെലവഴിച്ച തുകയുടെ വിവരങ്ങൾ എന്നിവ ആപ്പിൽ ലഭ്യമാക്കും എന്ന് പറഞ്ഞാണ് പിരിവ് നടത്തിയത്. എന്നാൽ ഈ ആപ്പ് ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. 2024 ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ആപ്പ് ഉപയോഗത്തിലുണ്ടായിരുന്നത്. ഒക്ടോബർ മുതൽ ആപ്പ് സിംഗിൾ സ്ക്രീൻ ആപ്ലിക്കേഷനായി. സംഭാവന നൽകിയവർക്കും ആപ്പിൽ വിവരങ്ങൾ ലഭിക്കുന്നില്ല. 3,14,00,000 രൂപ ആപ്പ് വഴി സമാഹരിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചിരുന്നത്. എന്നാൽ ഇതിന്റെ വിശദാംശങ്ങളും ഇപ്പോൾ ആപ്പിൽ ലഭിക്കുന്നില്ല. ദുരന്തമുഖത്തും കോൺഗ്രസിന്റെ വഞ്ചന തുടരുകയാണ്. വയനാട്ടിലെ പാവങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ച കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത്. കോഴിക്കോട് നിന്നും PV കുട്ടൻ.